കർഷകർക്കൊക്കെ പുതിയ തൈകൾ വെച്ചു കൊടുക്കാൻ പറ്റിയൊരു സമയമാണ് ഇപ്പോൾ. പിന്നെ നല്ലൊരു കാലാവസ്ഥയും കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് വെയിലും മഴയൊക്കെ വരുന്നതുകൊണ്ട് ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ വയനാട്ടിലൊക്കെ കാപ്പിത്തൈ, കുരുമുളക്, കവുങ്ങൊക്കെ ഈ ഒരു സമയത്താണ് നട്ടു കൊടുക്കുക. അതുപോലെ തന്നെ വാഴയും. അപ്പൊ ഇതിനൊക്കെ നമ്മൾ അടിവളം ഇട്ട് കൊടുക്കും. അപ്പൊ ഈ ഒരു സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉണക്ക വളം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചാണകമൊക്കെ ഉണങ്ങി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മുടെ ഫാമിൽ ഇഷ്ടം പോലെ ഇതുപോലെയുള്ള ഉണങ്ങിയ ആട്ടിൻകാഷ്ടം ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇതിനിടയ്ക്ക് വാരി നമ്മൾ ടാർപോളിൻ ഷീറ്റ് വെച്ച് അടച്ച് നല്ല പൊടിഞ്ഞ് കിട്ടിയ വളമാണ്. അപ്പൊ കൂടുതൽ ആളുകൾ ഇപ്പൊ നമ്മളെടുത്ത് വളം ചോദിച്ചു വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റിയത് ഇതുപോലെയുള്ള ആട്ടിൻകാഷ്ടാണ്. അപ്പൊ ഇന്ന് നമ്മുടെ ഫാമിലെ വളം കൊണ്ടുപോകാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് നമ്മൾ ഇതുപോലെ കൊട്ടയിൽ നിറച്ചിട്ട് ആയില്ലേ, അവര് ചാക്കിലാക്കിയിട്ടാണ് വളം കൊണ്ടുപോകുന്നത് കേട്ടോ. ഇതല്ല അടിപൊളി വളം എടുത്തിട്ടോ. അപ്പൊ ഇതുപോലെ നമ്മൾ കൊട്ടയിൽ നിറച്ചിട്ട് ഇതിന് മുന്നേ നമ്മൾ ആട്ടിൻകാഷ്ടം കൊടുക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ചെയ്താണ്. ഇങ്ങനെ ചാക്കിലേക്ക് നിറയ്ക്കും. ഇതൊക്കെ നമ്മൾ ചാക്കിൽ നിറച്ചു വെച്ച വളങ്ങളാണ്. ഇടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് ടാർപോളിൻ ഷീറ്റ് ഇത് മൂടി വെച്ചതാണ്. നനഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളം കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ എല്ലാത്തിനും നിറച്ചത് നമ്മൾ പാകത്തിനാണ് നിറച്ചിട്ടുള്ളത്. നമുക്ക് ഇതിലും കൂടുതൽ കൊട്ട നമുക്ക് ഈ ചാക്കിലൊക്കെ നിറയ്ക്കാം. പക്ഷെ നമുക്ക് കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് നമുക്ക് ഏറ്റവും പാകത്തിനുള്ള ചാക്കിലാണ് വളങ്ങളൊക്കെ നിറച്ചിട്ടുള്ളത്. ആട്ടിൻകാഷ്ടൊക്കെ ഇതുപോലെ ചാക്കിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ലോഡ് ചെയ്യാൻ എളുപ്പാട്ടോ. നമുക്ക് ചാക്ക് ഇങ്ങനെ ഒതുക്കി വെച്ച് കൂടുതൽ വളം നമുക്ക് കൊണ്ടുപോകാനും കഴിയും. അപ്പൊ നമ്മളെ സ്റ്റോക്ക് ചെയ്ത് വെച്ച വളങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പൊ കുറെ ആളുകൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് വളങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആട്ടിൻകാഷ്ടം തന്നെയാണ് അധികം ആളുകൾ ചോദിക്കുന്നത്. അപ്പൊ നമുക്കിനി കൂടിന്റെ അടിയിൽ നിന്ന് ഇഷ്ടംപോലെ വളങ്ങൾ വാരിയെടുക്കാനുണ്ട്. അങ്ങനെ വാരിയെടുത്ത് ഒരു 2 ആഴ്ചയൊക്കെ നമ്മൾ ടാർപോളിൻ ഷീറ്റിലിട്ട് അടച്ചു വെച്ച് ഇതുപോലെ പൊടിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് വാരി ഇട്ടിട്ട് നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യും. അപ്പൊ ഇഷ്ടംപോലെ വളങ്ങൾ ഇനിയും നമ്മുടെ ഫാമിൽ 2 ആഴ്ച കഴിഞ്ഞാൽ കൊടുക്കാനുണ്ടാവും.